മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. വെൽക്കംസ് ടു എവരിത്തിങ് ഹാപ്പിനെസ് ചാനൽ. സുഹൃത്തുക്കളെ, നമ്മൾ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ശ്രവിക്കുന്ന ഒരു സംഭവമാണ് ധർമ്മസ്ഥല കൊലപാതക പരമ്പരകളിലെ SIT അന്വേഷണം. നമ്മുടെ സ്റ്റേറ്റിനെയും കർണാടക സ്റ്റേറ്റിനെയും ഇന്ത്യ രാജ്യത്തെ തന്നെയും പിടിച്ചു കുലുക്കിയ, ലോകരാജ്യങ്ങൾ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ധർമ്മസ്ഥല എന്ന സ്ഥലത്തും പരിസരത്തും നടന്ന കൊലപാതകങ്ങൾ അന്വേഷിക്കാൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രഗത്ഭരായ IPS ഉദ്യോഗസ്ഥന്മാരുടെയും സീനിയർ ആയിട്ടുള്ള ക്രെഡിബിലിറ്റിയുള്ള സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാരുടെ കീഴിൽ ഗവൺമെൻറ് അന്വേഷിക്കുന്നത് നമ്മളെല്ലാവരും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മൾ സഹോദരങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് നമ്മൾ വിചാരിക്കുന്നു, ഈ ഇരകൾക്ക് നീതി കിട്ടണം, ഈ ക്രൂരരായ കൊലപാതകികൾ നിയമത്തിൻ്റെ മുന്നിൽ വന്ന് തക്കതായ ശിക്ഷ കിട്ടണം. അപ്പോൾ ആ ശുചീകരണ തൊഴിലാളി ജീവൻ പണയം വെച്ച് വന്ന് വെളിപ്പെടുത്തിയ കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ലയോ എന്ന് നമ്മളെല്ലാവരും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നാം ഘട്ട അന്വേഷണത്തിൽ കോടതിയിൽ രേഖപ്പെടുത്തിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അതിനുശേഷം ഇൻവെസ്റ്റിഗേഷൻ ടീം 15 മണിക്കൂറുകളും നടത്തിയ തെളിവെടുപ്പിൽ മൊഴി രേഖപ്പെടുത്തലിന് ശേഷം നടത്തിയ നേത്രാവതി പുഴയുടെ തീരത്തും പരിസരങ്ങളിലും അടയാളപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങളിൽ മണ്ണ് മാന്തി എവിഡൻസ് തെളിവുകൾ ശേഖരിക്കുന്നത് ഇന്നലെ നമ്മൾ കണ്ടു, ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു. സുഹൃത്തുക്കളെ, എല്ലാവരെയും ആകാംക്ഷഭരിതരായി കൊണ്ട് ഇരിക്കുന്ന എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ? നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. പതിറ്റാണ്ടുകൾ, അതായത് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ സംഭവങ്ങളാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ എവിഡൻസിന് ഒക്കെ നാശം പറ്റിയിട്ടുണ്ടാവും. എങ്കിലും സുഹൃത്തുക്കളെ, ഒരു ഇമ്പോർട്ടൻ്റ് ന്യൂസ് അധികം ചാനലുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, വെളിയിൽ വിടുകയാണ്. ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഓൾറെഡി അവിടെ നിന്ന് ഒരു സ്ത്രീയുടെ ബാഗും ഒരു സ്ത്രീയുടെ ചുവന്ന ബ്ലൗസും പാൻ കാർഡും ATM കാർഡും കണ്ടെടുത്തു എന്നാണ് മീഡിയകളിൽ വരുന്ന റിപ്പോർട്ട്. ഇത് ഓൾറെഡി സൂചിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു മൃതദേഹം അടക്കം ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി അടക്കം ചെയ്യുമോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നില്ല. ഈ പ്രഗത്ഭരായ ഈ ടീമും കോടതിയുടെയും അനലൈസ് ശരിയായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് ആദ്യ ദിവസം തന്നെ കണ്ടു. സുഹൃത്തുക്കളെ, മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഈ മാതിരിയുള്ള ക്രൂര അക്രമ പ്രവർത്തനങ്ങളുടെ ഫലം സത്യം എന്നാണെങ്കിലും എങ്ങനെയാണെങ്കിലും വെളിവാക്കപ്പെടും. മനുഷ്യർ നമ്മളെല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന തെളിവുകൾ ഓൾറെഡി കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. സുഹൃത്തുക്കളെ, നിങ്ങളറിഞ്ഞോ, SIT ടീം വളരെ കൃത്യമായ രീതിയിലാണ് അന്വേഷണങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് അവരുടെ പ്രവർത്തനങ്ങൾ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് തോന്നിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ മിക്കവാറും തലയോട്ടി കിട്ടിയ ഭാഗത്തെ ആയിരിക്കും ചോദിച്ച് ആദ്യം മണ്ണ് മാന്തിയുള്ള അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ടാവുക. അതനുസരിച്ച് ആ മണ്ണ് കളക്ട് ചെയ്ത് മറ്റ് സാമ്പിളുകൾ ശേഖരിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ടാവാം. ഇപ്പോൾ ഓൾറെഡി തെളിവുകൾ ഓരോന്നായി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ തെളിവുകളിൽ നിന്നും രണ്ടാമതായി അവരിപ്പോൾ കറക്റ്റായിട്ടുള്ള അന്വേഷണത്തിലേക്ക് ഏറ്റവും കൂടുതൽ പേരെ നമ്പർ 13 അങ്ങനെ ഏതോ കരയ്ക്കുള്ള ഒരു വിഭാഗം മണ്ണ് മാന്തി തെളിവുകൾ ശേഖരിക്കുകയാണ് ഇന്ന് ചെയ്യുന്നതെന്ന് പ്രയോറിറ്റി ബേസിസിൽ, നമ്പർ വൈസ് അല്ല, പ്രയോറിറ്റി ബേസിസിൽ അവർ അന്വേഷണം നടത്തുകയാണ്. ഈ അന്വേഷണത്തിൽ എല്ലാ തെളിവുകളും കിട്ടട്ടെ. സത്യസന്ധമായ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ആത്മാർത്ഥമായ പരിശ്രമത്തിൻ്റെ ഫലത്തിൽ എല്ലാ തെളിവുകളും പുറത്തു വന്ന്
ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കട്ടെ, ഗവൺമെൻറ്റുകൾ കൊടുക്കണം. ഇല്ല, ഗവൺമെൻറ്റുകൾക്ക് നിലനിൽപ്പില്ല. ഇതിലെ രസകരമായിട്ടുള്ള കാര്യം കർണാടക ഗവൺമെൻറ്റും കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ BJP ഗവൺമെൻറ്റും BJPയും അന്വേഷണങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിഞ്ഞുകൂടാ ആരാണ് ഈ ക്രൂര കൊലപാതകൾ. പക്ഷേ ഇതിൻ്റെ സത്യം വെളിയിൽ വരേണ്ടത് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും ഓരോ ലോക പൗരൻ്റെയും കർത്തവ്യമാണ്. ഇങ്ങനെയുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് മനുഷ്യൻ്റെ ജീവൻ എടുക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു ജീവിക്ക് നമുക്ക് ജീവൻ കൊടുക്കാൻ പറ്റും. അതൊന്നും നടക്കുന്ന കാര്യമല്ല. സാമാന്യ ബുദ്ധിക്ക് ഈ അന്വേഷണത്തിന് നമുക്ക് സ്വാഗതം ചെയ്യാം. അതിൻ്റെ തെളിവുകളെല്ലാം പുറത്തു വരുമെന്ന് വിശ്വസിക്കാം. അങ്ങനെ നമ്മളുടെ സഹോദരങ്ങൾക്ക്, നമ്മളുടെ ഈ ഇരകൾക്ക് നീതി ലഭിക്കും, അവരുടെ കുടുംബത്തിന് നീതി ലഭിക്കും. ഇനി മേലാൽ ഇതേപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. സഹോദരങ്ങളെ, ഈശ്വരൻ നമ്മളെ രക്ഷിക്കാനാണ്, ഈശ്വരൻ നമുക്ക് നന്മ വരുത്താനാണ്, നമുക്ക് മോക്ഷം നൽകാനാണ്. അല്ലാതെ നമ്മളെ നശിപ്പിക്കാനല്ല. എല്ലാ മതങ്ങൾക്കും ഇത് ബാധകമാണ് എന്ന് നമുക്ക് വിചാരിക്കാം. സുഹൃത്തുക്കളെ, ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഔട്ട്.